നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ വരെയുള്ള, അതായത് ഈ വർഷത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് കണ്ടകശനിയാണ്, ഏഴശനിയിൽ കണ്ടകശനിയാണ്. അപ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതിമ എന്ന് പറയുന്ന യോഗമാണ്. ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, രോഗദുരിതങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ ഇടവരിക, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ദോഷങ്ങൾ ചെയ്യും. വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുകയും ഈ കണ്ടകശനി കാലത്ത്. അതുപോലെ തന്നെ വ്യാഴപ്പഴവുമാണ്. 4-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വീട് വിട്ടുപോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ 12-ാം ഭാവത്തിൽ ചൊവ്വ വരുന്ന കാരണം കൊണ്ട്, പാപയോഗം 12-ലെ രാഹുവിനോട് ചേർന്ന് ചൊവ്വയും കൂടി വരുമ്പോൾ അനാവശ്യമായിട്ട് ധനനഷ്ടം കണ്ടമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 10 രൂപ കയ്യിൽ കിട്ടിയാൽ 20 രൂപ ചിലവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നല്ല വഴിപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. കാരണം ദൈവാധീനം കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ല വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ലാസ്റ്റോടു കൂടിയും മെയ് മാസത്തിലും ജന്മത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ശനിയോട് ചേർന്ന് അഗ്നിമാർദ്ദ യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് കേസ്, വഴക്ക്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾക്ക്, മാനസിക പിരിമുറുക്കത്തിന് യോഗമുള്ള സമയമാണ്. കാരണം ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ കൂടി ആ സമയത്ത് ലഗ്നത്തിൽ വരും. അപ്പോൾ ചൊവ്വയും ലഗ്നത്തിൽ വരുന്നത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ മാസം കഴിഞ്ഞാൽ ദൈവാധീനം വർദ്ധിക്കും. 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ. അപ്പോൾ ജൂൺ മാസം മുതൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അപ്പോഴത്തേക്കും ലഗ്നത്തിലുള്ള ശനിയുടെയും ബുധൻ്റെയൊക്കെ, ചൊവ്വയുടെ, സൂര്യൻ്റെയൊക്കെ ദോഷം മാറുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാൻ ഇടവരിക, മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുക, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക, ഇങ്ങനെ പല രീതിയിലുള്ള സന്തോഷപ്രദമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 7-ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ ഇഷ്ടസ്ഥാനത്ത് വരുന്ന സമയത്ത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന അവസ്ഥ, ഭാര്യ കുടുംബങ്ങളിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒക്ടോബർ മാസം ലാസ്റ്റോട് 31 കൂടിയിട്ട് വ്യാഴം വീണ്ടും ചിങ്ങൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് മാറി കഴിയുമ്പോൾ പിന്നീട് ദൈവാധീനക്കുറവുണ്ടാകും. 6-ാം വ്യാഴം എന്ന് പറയുന്നൊരവസ്ഥയാണ് വരിക. ആ സമയത്ത് ദൈവാധീനം കുറയുന്നത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ തുടർന്ന് ചെയ്യണം. കണ്ടകശനി ദോഷത്തിന് പരിഹാരം ചെയ്യണം. അതുപോലെ 12-ലെ രാഹുവാണ്. നാഗപൂജയും അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയൊക്കെ ചെയ്തിട്ട് ദോഷപരിഹാരങ്ങൾ ചെയ്യണം. കഴിയുന്നതും എല്ലാ മാസവും തന്നെ ഗണപതി ഹോമം ചെയ്യണേ അത്രയും നല്ലതെന്നുള്ള രീതിയാണ് ഈ രാശി പ്രകാരം കാണുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്താനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.